കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ കൂടി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, രണ്ട് തരത്തിലാണ് സാധാരണക്കാരെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് ഈ വിലക്കയറ്റം ബാധിക്കാറ്. ഒന്ന്, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും കല്യാണം ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ച് അത്രയധികം പൈസയിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 1 ലക്ഷം കഴിഞ്ഞ് വിൽക്കാം എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ പോലും ഉണ്ടാവും. അപ്പം മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ കടകളൊക്കെ ഓപ്പൺ ആകുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം? അതന്നെയാ, നമ്മൾ രാവിലെ സ്വർണ്ണക്കടകളിലൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സ്വർണ്ണക്കടകളും സജീവമായി വരുന്നതേയുള്ളൂ. ഏതാണ്ട് 10:30 ആളുകളൊക്കെ സ്വർണ്ണക്കടകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് അവരറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വഴിയരികിലൊക്കെ ആളുകൾ ഈ ഒരു വിവരം, സ്വർണത്തിന് 1 ലക്ഷം കടന്ന വിവരം ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും പെട്ടെന്ന് സ്വർണം ഈ 1 ലക്ഷം കടക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായം. തന്നെ സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് സ്വർണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത് വിൽക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പറയുന്നു. ചിലർക്ക് അത് വാങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി, പ്രത്യേകിച്ചും കല്യാണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മൂന്നാമതായ ഒരു കാര്യം, പുതുതലമുറയിലുള്ള പെൺകുട്ടികളൊക്കെ തന്നെ ഇതിനെ ഒട്ടും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് സ്വർണം കൊടുക്കുന്നത് നിർത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്കുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് ആളുകളോട് ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതുന്നു പ്രതികരണം. ചേച്ചി, സ്വർണത്തിന് 1 ലക്ഷം കടന്നു, എന്താണ് അഭിപ്രായം? എങ്ങനെയാ നിങ്ങളുടെ ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വർണത്തിന്റെ നമ്മൾ ഈ എന്താ പറയാ, ഇനി കല്യാണം കഴിക്കുന്ന ആളുകളൊന്നും ഇനി സ്വർണത്തിനോട് അല്ല, ഇനി എന്താ പറയാ, തിരുവൽപ്പൊന്നും അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണം കൂടുതൽ പൈസ ഉള്ള ആളുകളല്ലേ സ്വർണം ഉപയോഗിക്കുള്ളൂ. നമ്മളെപ്പോലെ പാവപ്പെട്ട ആളുകൾക്ക് സ്വർണം എന്തായാലും വാങ്ങാൻ കഴിയില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഒരു അനിയത്തി പ്രസവിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു സ്വർണം കൊടുക്കാൻ നമ്മളെ കൈമേൽ അത്ര പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനൊരു സ്വർണം വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പറയുന്നത്. ഹലോ, അതായത് സ്വർണത്തിന് 1 ലക്ഷം കടന്നു, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിൽ? പലർക്കും ഈ ഒരു അഭിപ്രായം പറയുന്നതിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതുന്നു. ചേട്ടാ, സ്വർണത്തിന് 1 ലക്ഷം കടന്നു, എന്താണ് അതിൽ? എന്തു പറയാനാണ്, നമ്മൾ അനുഭവിക്കുന്നതൊക്കെ സാധാരണക്കാരൻ്റെ കാര്യം വളരെ കഷ്ടപ്പാടാണ്. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയ ഒരു 5 പവനെയും കൊടുക്കണ്ടേ? 5 ലക്ഷം റുപ്യേൻ്റെ പുറത്തേന് കാണണം. കഴിയൂല, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു കൂടുതലായും പ്രായം ചെന്ന ആളുകൾക്കാണ് ഈ ഒരു വലിയ ബുദ്ധിമുട്ട് അവർ പറയുന്നത്. പ്രത്യേകിച്ചും അവർക്ക് വീടുകളിൽ കല്യാണം വരേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആളുകളൊക്കെ കൂടുതലായും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പക്ഷേ അല്പസമയം കഴിഞ്ഞാൽ ഈ ജ്വല്ലറികളിലൊക്കെ തിരക്ക് കൂടും. അതോടുകൂടി കൂടുതലൊരു അഭിപ്രായം ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ചേച്ചി, സ്വർണത്തിന് 1 ലക്ഷം കടന്നു, എന്താണ്? നോ ഐഡിയ. സ്വർണത്തിന് 1 ലക്ഷം കടന്ന് എന്താ അഭിപ്രായം ഉണ്ടോ? പാവപ്പെട്ടവന് സ്വർണം വാങ്ങാൻ കഴിയില്ല. പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എല്ലാവരും പെൺകുട്ടികളെ കെട്ടിക്കുന്നത് മാറ്റി വെക്കുക. എപ്പോഴാ സ്വർണത്തിന് വില കുറയാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെതൊക്കെ നല്ല ബുദ്ധിമുട്ട്. നമ്മളെപ്പോലത്തെ പാവപ്പെട്ട എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് കൂടുതലായും ആളുകൾ അഭിപ്രായപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്വർണത്തിന് 1 ലക്ഷം രൂപ കടന്നിട്ടുണ്ട്, എന്താണ് പറയാനുള്ളത്? സ്വർണത്തിന് 1 ലക്ഷം രൂപ കടന്നെന്ന് പറഞ്ഞാൽ അതിപ്പോൾ സാധാരണക്കാരെ പോലുള്ള ആളുകൾക്ക് ഭയങ്കര പ്രയാസം തന്നെയാണ് സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാരണം ഒരു പാവപ്പെട്ട കുട്ടിയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും കൂടുതലില്ലെങ്കിലും ചെറിയ ഐറ്റംസ് കൊടുക്കുന്ന നിർബന്ധമല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു മാനദണ്ഡമാണ് സ്വർണം. അതൊരു പ്രതിസന്ധി തന്നെയാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾക്കൊക്കെ ഏതാണ്ട് ഒരു അഭിപ്രായം തന്നെയാണ്. ഇനി വീട്ടിൽ ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും സ്വർണം കുറച്ച് കൊടുക്കണമെങ്കിൽ പോലും അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ആളുകൾ ഭൂരിഭാഗവും പറയുന്നത്. അതേസമയം ചിലർ പറയുന്നത് കയ്യിൽ സ്വർണം